ഇന്നും ഞങ്ങൾ 5:30 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ട്ടാ. അപ്പൊ ഞങ്ങൾ പതിവ് പോലെ തന്നെ ചേർത്തലയിലേക്കാണ് പോക്ക്. എന്റെ ഹസ്ബൻഡിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഡെയിലി ഞങ്ങൾ ചേർത്തലയിൽ പോകുന്നത്. ആളുടെ ഡിസ്കിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ 2 ആഴ്ചത്തെ ട്രീറ്റ്മെന്റ് ആണ് ട്ടോ അവിടെ നിന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ പോണ വഴിക്ക് ചെറിയൊരു ആക്സിഡന്റും കൂടി ഉണ്ടായിരുന്നു ട്ടാ. ആ ചേട്ടനിക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല. എന്നാലും മഴയൊക്കെയാണ്, എല്ലാരും സൂക്ഷിച്ചൊക്കെ ഒന്ന് ഡ്രൈവ് ചെയ്യണം. ഇന്ന് കൂടെ ഇക്കാക്കടെ പെങ്ങളും പിള്ളേരും ഉണ്ട്. ട്രീറ്റ്മെന്റ് എടുക്കുന്നത് ഒരു കളരിയാശാന്റെ അടുത്ത് നിന്നാണ്. 1 മണിക്കൂറത്തെ ട്രാവലിംഗ് ഉണ്ട് ട്ടോ ഞങ്ങൾക്ക് അങ്ങോട്ട്. അത്രയും നേരം വിശപ്പും ദാഹമൊന്നും ഇല്ലാത്തവനിക്ക് അവിടെ എത്തിയപ്പോൾ ഒരു വിശപ്പ് തുടങ്ങി ഭയങ്കര കരച്ചിലായിരുന്നു. അവിടെ അടുത്തൊന്നും കടയില്ല ട്ടാ. അപ്പോ ഉഴിച്ചിലിന്റെ സമയമായപ്പോ ഇക്കാക്ക അങ്ങോട്ട് കയറിപ്പോയി. അപ്പോ കളരിയാശാന്റെ അടുത്താണ് ട്രീറ്റ്മെന്റ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഒരു കളരി സെന്ററും കൂടിയുണ്ട്. അപ്പൊ പിള്ളേരൊക്കെ രാവിലെ 8 മണിക്ക് തന്നെ കളരി പഠിക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു. ഇതാണ് ട്ടാ ആശാൻ. കളരി സെന്ററിൽ കയറാനുള്ള പെർമിഷൻ ഞങ്ങൾ ഇന്നലെ തന്നെ പോയപ്പോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവന്മാരതൊന്ന് കാണിച്ചു കൊടുക്കാനായിരുന്നു ട്ടാ ഇവരെയും രാവിലെ എഴുന്നേപ്പിച്ച് കൊണ്ടുവന്നത്. അവർക്കത് ഇഷ്ടമായെന്ന് പറഞ്ഞ് കുറേ നേരം അവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ അടുത്തൊരു നല്ല അടിപൊളി കുളം ഉണ്ട് ട്ടാ. നല്ല രസമായിരുന്നു അവിടെ നിൽക്കാനായിട്ട്. അവിടേക്കൊന്ന് ചുറ്റി നടന്ന് എക്സ്പ്ലോർ ചെയ്തപ്പോഴേക്കും ഇക്കാക്കാട് ഉഴിച്ചിൽ കഴിഞ്ഞിറങ്ങി. പോണ വഴിക്ക് പള്ളിയിൽ എന്തോ പരിപാടിയായിട്ട് കുറെ ആൾക്കാരൊക്കെ പോകുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഒരു ചായക്കടയിൽ കയറി ചായയും ചെറുതായിട്ടൊന്ന് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് അടുത്തുള്ള ഒരു ബീച്ചിൽ കയറിയിട്ടുണ്ടായിരുന്നു ട്ടാ. അവിടെ ഒരു ചേട്ടൻ കുറെ മണ്ണൊക്കെ വാരിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്നൊന്നും മനസ്സിലായില്ല. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ട്ടാ. അതെടുക്കാനായിരുന്നു പാത്തുവിന് ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് കൊണ്ടുവന്നതിന്റെ മെയിൻ ഉദ്ദേശം. ആ ബീച്ചിന്റെ പല സൈഡിലും ഇതേപോലെ കക്കയുടെ ഷെൽസ് ഒക്കെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചു നേരം ബീച്ചിലൊക്കെ കളിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമെങ്കിൽ തീർച്ചയായും എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.